മലയാള സിനിമയിൽ മമ്മൂട്ടി എന്ന നടന് അഭിനയപരമായ തിളക്കങ്ങളും മുഹൂർത്തങ്ങളും സമ്മാനിച്ച 15 സിനിമകൾ പരിചയപ്പെടുത്താം. ഒരു വടക്കൻ വീരഗാഥ. ഇതുവരെ വന്നിട്ടുള്ള കഥകളിലെല്ലാം ചന്തു വില്ലനായിരുന്നു. എന്നാൽ ഒരു വടക്കൻ വീരഗാഥയിലെ ചന്തുവിനെ നായക സ്ഥാനത്തു നിർത്തി എന്നു മാത്രമല്ല, മമ്മൂട്ടിയുടെ ചന്തുവിനെ സ്ത്രീകൾക്ക് സ്നേഹിക്കാൻ പറ്റുന്ന വിധത്തിൽ മാറ്റിയെടുക്കുകയും ചെയ്തു സംവിധായകനും എഴുത്തുകാരനും ചേർന്ന്. ശരിക്കും മമ്മൂട്ടിയുടെ ചന്തുവിനെ ഇഷ്ടപ്പെട്ടു പോയിട്ടുണ്ട് സ്ത്രീകൾ. ന്യൂഡൽഹി. മാധ്യമ പശ്ചാത്തലത്തിൽ ശ്രദ്ധേയമായ പല ചിത്രങ്ങളും മലയാളത്തിലുണ്ടായിട്ടുണ്ട്. എന്നാൽ ന്യൂഡൽഹി എന്ന ജോഷി ചിത്രത്തിലെ പ്രമേയം ആധുനിക പത്രപ്രവർത്തനത്തിന്റെ പ്രത്യേകതകളിലേക്ക് വെളിച്ചം വീശുന്നു. മുൻകൂട്ടിയുള്ള തീരുമാനപ്രകാരം വാർത്ത സൃഷ്ടിക്കപ്പെടുന്നു എന്ന ആക്ഷേപം ഇപ്പോഴത്തെ മാധ്യമ വിമർശകരിൽ കേൾക്കാറുണ്ട്. ന്യൂഡൽഹിയിലെ മമ്മൂട്ടി അവതരിപ്പിക്കുന്ന കഥാപാത്രം അത്തരത്തിൽ ഒരു സംഭവത്തെ മുൻകൂട്ടി ആസൂത്രണം ചെയ്യുകയും അത് വാർത്താരൂപത്തിലാക്കുകയും അതിനുശേഷം നടപ്പിലാക്കുകയും ചെയ്യുന്ന ആളാണ്. ജോഷിയുടെ 30-ലേറെ ചിത്രങ്ങളിൽ മമ്മൂട്ടി നായകനായി അഭിനയിച്ചിട്ടുണ്ടെങ്കിലും ശ്രദ്ധേയമായ വേഷമായിരുന്നു ന്യൂഡൽഹിയിലെ പത്രാധിപരുടേത്. അമരം. കടലിന്റെ പശ്ചാത്തലത്തിലുള്ള മികച്ച സിനിമയായ ചെമ്മീനു ശേഷം വന്നതാണ് ഭരതന്റെ അമരം. മുക്കുവന്റെ ഭാഷ, ഒരച്ഛന്റെ വികാരങ്ങൾ, അയാളുടെ സ്വപ്ന തകർച്ചകൾ, പിന്നീടുള്ള പശ്ചാത്താപം എന്നിവയെല്ലാം മമ്മൂട്ടി എന്ന നടൻ ഭയങ്കരമായി ഇതിൽ ഉൾക്കൊണ്ടിരിക്കുന്നു. തനിക്ക് പറയാനുള്ള സങ്കടങ്ങൾ ഒരു വ്യക്തിയോടെന്നതുപോലെ കടലിനോട് പറയുന്നവനാണ് ഇതിലെ നായക കഥാപാത്രം. അത് സത്യത്തിൽ പ്രേക്ഷകനോട് കൂടിയാണ് പറയുന്നത്. തനിയാവർത്തനം. ഒരാൾക്ക് ഭ്രാന്ത് പിടിച്ചാൽ ആ കുടുംബത്തിലെ എല്ലാവർക്കും ഭ്രാന്തുണ്ടാകും എന്നതിന്റെ തനിയാവർത്തനമാണ് ഈ ചിത്രം. മമ്മൂട്ടി അവതരിപ്പിച്ച കഥാപാത്രത്തെ ബാക്കിയുള്ളവർ ചേർന്ന് ഭ്രാന്തനായി അവതരിപ്പിക്കുകയാണ് തനിയാവർത്തനത്തിൽ. അങ്ങനെ സാധാരണഗതിയിൽ ഇയാൾ കാണിക്കുന്ന കാര്യങ്ങളൊക്കെ മുൻവിധിയോടെ നോക്കിക്കണ്ട് സമൂഹം ഇയാൾക്ക് ഭ്രാന്താണ് എന്ന പക്ഷത്തിലെത്തിച്ചേരുന്നു. ഏതൊരു കഥാപാത്രത്തെയും നന്നായി പഠിക്കുന്ന അഭിനേതാവായ മമ്മൂട്ടി മികച്ച രീതിയിൽ ചെയ്ത ഒരു കഥാപാത്രം കൂടിയാണിത്. കാഴ്ച. പ്രകൃതിക്ഷോഭത്തിൽ അനാഥനാകുന്ന കുട്ടിക്ക് വേണ്ടി നിയമത്തോട് പോരാടുന്ന ഇതിലെ കഥാപാത്രത്തെ അതിഭാവുകത്വമില്ലാതെ നിയന്ത്രിതമായ രീതിയിൽ നിസ്സഹായതയും വ്യതയും ഭയവുമെല്ലാം വരുന്ന രീതിയിൽ പക്വമായി മമ്മൂട്ടി അവതരിപ്പിച്ചു. സൂര്യമാനസം. പല്ലുന്തി നിൽക്കുന്ന പുട്ടുറുമീസായി മമ്മൂട്ടി നന്നായി അഭിനയിച്ച സിനിമയാണ് സൂര്യമാനസം. ഇതിലെ മേക്കപ്പിലാണ് മമ്മൂട്ടിയുടെ കഥാപാത്രം നിൽക്കുന്നത്. അത് മേക്കപ്പിൽ മാത്രമായി ഒതുങ്ങുന്നില്ല. വൈവിധ്യമേറിയ കഥാപാത്രങ്ങൾക്കായി അദ്ദേഹം എന്തു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറാവുമെന്നാണ് ഈ സിനിമ കാണിക്കുന്നത്. ഭൂതക്കണ്ണാടി. പിതൃത്വത്തിന്റെ നോവുകളും വ്യാകുലതകളും ആകാംക്ഷകളും അക്ഷമകളും ഭൂതക്കണ്ണാടിയിലെ അച്ഛനിൽ ഒരു പൊട്ടിത്തെറിയാണ് ഉണ്ടാക്കുന്നത്. ലോകത്തെ മുഴുവൻ ഭൂതക്കണ്ണാടിയിലെ പോലെ കാണുന്ന അയാൾ സൂക്ഷ്മതകളുടെ സങ്കീർണതകളിലേക്കാണ് പെട്ടുപോകുന്നത്. രാജമാണിക്യം. ഒരു എപ്പിക് ഹീറോയ്ക്ക് വേണ്ട എല്ലാ ഗുണങ്ങളുമുണ്ട് ഇതിലെ നായകന്. ഭയങ്കരമായി മണ്ണിനോട് ചേർന്നു നിൽക്കുന്ന കഥാപാത്രമാണിത്. ഒരു സാധാരണ കഥാപാത്രം ചില സാഹചര്യങ്ങളിൽ സൂപ്പർ ഹീറോ ആയി മാറുന്നു. അങ്ങനെയാണ് രാജമാണിക്യം എന്ന സിനിമയുണ്ടായത്. വാത്സല്യം. ഏതു കാലത്തും ജനങ്ങളെ ആകർഷിക്കുന്ന ഒരു കഥാപാത്രമാണ് വാത്സല്യത്തിലെ രാഘവൻ നായർ. മൂത്ത ചേട്ടന്റെയും കാരണവരുടെയും എല്ലാ ഭാവങ്ങളുമുണ്ട് ആ മനുഷ്യന്. CBI സിനിമകൾ. മമ്മൂട്ടിയുടെ CBI പടങ്ങളിൽ മികച്ചു നിൽക്കുന്നത് ഒരു CBI ഡയറി കുറിപ്പാണെന്ന് നിസ്സംശയം പറയാം. ആരോടും മോശമായി പെരുമാറാത്ത, സംശയാലുക്കളെയും പ്രതിയെയും ജനങ്ങളെയും ഒന്നും ദേഷ്യപ്പെടുത്താത്ത ഒരു CBI. കേരളത്തിൽ യഥാർത്ഥത്തിൽ നടന്ന പ്രമാദമായ ഒരു കേസിനെ അടിസ്ഥാനമാക്കിയാണ് ഒന്നാമത്തെ ചിത്രം എടുത്തിട്ടുള്ളത്. സുഹൃതം. ഈ പടത്തിൽ 2 ഘട്ടങ്ങളുണ്ട് മമ്മൂട്ടിക്ക്. ഭാര്യയ്ക്കൊപ്പമുള്ള ഘട്ടവും ഭാര്യയെ നഷ്ടപ്പെടുന്ന ഘട്ടവും. 2ാം ഘട്ടത്തിലെ നിസ്സഹായതയും ആദ്യഘട്ടത്തിലെ സന്തോഷവും അതിന്റെ വിഭിന്ന തലങ്ങളിൽ നിന്നുകൊണ്ട് തന്നെ ആവിഷ്കരിക്കാൻ മമ്മൂട്ടിക്ക് കഴിഞ്ഞു. രോഗാവസ്ഥയിലുള്ള തന്റെ ഇടപെടലുകൾ മമ്മൂട്ടി തികച്ചും സ്വാഭാവികമാക്കി. തന്റെ സെൽഫ് ഇംപ്രൂവൈസേഷൻ സാധ്യതകൾ മമ്മൂട്ടി നന്നായി ഉപയോഗിച്ച ചിത്രം കൂടിയാണിത്. കറുത്ത പക്ഷികൾ. തമിഴിനെ കുറിച്ച് നമ്മൾ 1000 വട്ടം ആവർത്തിച്ച വീരനും ക്ഷിപ്രകോപിയും പരാക്രമിയുമായ പ്രതിച്ഛായ അല്ല ഈ സിനിമയിലെ മുരുകന്റേത്. ദളപതിയിലെ മമ്മൂട്ടിയേക്കാൾ എത്രയോ ഉജ്ജ്വലമാണ് കറുത്ത പക്ഷികളിലെ മുരുകൻ. കാരണം അയാൾ ആത്മാവ് കൊണ്ടാണ് പോരാടുന്നത്. കൂടെവിടെ. കാഞ്ഞിരപ്പള്ളി സുറിയാനി ക്രിസ്ത്യനാണ് കൂടെവിടെയിൽ മമ്മൂട്ടി അവതരിപ്പിക്കുന്ന കഥാപാത്രം. സ്നേഹം ഒളിപ്പിച്ചു വെക്കുന്ന, പൊസസീവായ, തനിക്കും കാമുകിക്കുമിടയിൽ വരുന്ന റഹ്മാനോട് ദേഷ്യം തോന്നുന്ന ക്യാപ്റ്റൻ തോമസിനെ മമ്മൂട്ടി വളരെ നന്നായി അവതരിപ്പിച്ചു. പൗരുഷം നന്നായി അനുഭവപ്പെടുന്ന കഥാപാത്രമാണിത്. മമ്മൂട്ടിയുടെ കഥാപാത്രത്തിന് ഇവിടെ ഒരു ആന്റി ഹീറോ ടച്ച് ഉണ്ടെങ്കിലും ഒരു ഹീറോയെ പോലെ കാഴ്ചക്കാർ അത് ഉൾക്കൊണ്ടു. മൃഗയ്യ.
മമ്മൂട്ടി എന്ന നടന് കിട്ടുന്ന താരപരിവേഷം ഏറ്റവും പ്രകടമായ ചിത്രമാണിത്. ഇതിലെ വാറുണ്ണിയെ പ്രണയിക്കാൻ നായിക തയ്യാറാകുന്നത് നായകൻ കരുത്തനായതുകൊണ്ടാണ്. സാധാരണ നിലയിൽ ഒരു ആകർഷകത്വവും തോന്നാനിടയില്ലാത്ത കഥാപാത്രത്തോട് അങ്ങനെ അവൾ അടുക്കുന്നു.